ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായതോടെ മത്സര ചിത്രം തെളിയുമ്പോൾ മധ്യകേരളത്തിന്റെ ഒരു സാഹചര്യം അവസ്ഥ എങ്ങനെയാണ്? സൂക്ഷ്മ പരിശോധനകൾ പൂർത്തിയാകുന്നതോടുകൂടി മത്സര ചിത്രം എല്ലാ മണ്ഡലങ്ങളിലെയും മത്സര ചിത്രം തെളിഞ്ഞു. അവിടെ 12 സ്ഥാനാർത്ഥികൾ ചാലക്കുടിയിലും എറണാകുളത്തിന്റെ സമീപ മണ്ഡലങ്ങളുടെ കണക്ക് മാത്രം നോക്കുമ്പോൾ എറണാകുളത്ത് 10 സ്ഥാനാർത്ഥികളുമാണ് ഏറ്റവും ഒടുവിൽ മത്സര രംഗത്തുള്ളത്. നമുക്കറിയാം, നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം മുന്നണികളെല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്, ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്. കനത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് അവർ ആദ്യം വീട് കയറിയുള്ള പ്രചരണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളെ സന്ദർശിക്കുന്ന ഒരു പ്രചരണ തിരക്കുകളിലായിരുന്നു. LDF-ന്റെയും NDA-യുടെയും UDF-ന്റെയും എല്ലാം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. പൗരപ്രമുഖരെ സന്ദർശിച്ചു, മത സാമുദായിക നേതാക്കളെ കാണാൻ വേണ്ടി അവർ സമയം ചെലവഴിച്ചു. ഒപ്പം തന്നെ അമ്പലങ്ങളിലും ക്ഷേത്ര ആഘോഷങ്ങളിലും പള്ളികളിലും എല്ലാം തന്നെ എത്തി. അങ്ങനെ പ്രചരണം ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ കൊഴുക്കുന്നു അല്ലെങ്കിൽ സജീവമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രികകളെ ആരാണ് അന്തിമമായി മത്സരരംഗത്ത് ഉള്ളത് എന്ന ചിത്രം കൂടി തെളിഞ്ഞതോടുകൂടി തന്നെ മത്സര ചിത്രം അല്ലെങ്കിൽ ഒരു പ്രചാരണ ചിത്രമാകെ മാറുകയാണ്. കൂടുതൽ ആവേശത്തിലേക്ക് ആ പ്രചരണം എത്തുകയാണ്. ഇനി വാഹന പര്യടനം നടത്തിയുള്ള പ്രചാരണ നടപടികളുണ്ട്. ഒപ്പം തന്നെ വലിയ പൊതുസമ്മേളനങ്ങൾ, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങൾ അടക്കം ഇനിയുള്ള ദിവസങ്ങളിലാണ് നടക്കാനുള്ളത്. 3 മുന്നണികൾക്ക് വേണ്ടിയും ദേശീയ സംസ്ഥാന നേതാക്കൾ തന്നെ പ്രചരണ രംഗത്ത് ഉണ്ടാകും എന്നത് തന്നെയാണ് അവരുടെ എല്ലാം ആവേശം വർദ്ധിപ്പിക്കുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം അല്ലെ NDA-യെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നിലധികം പ്രചാരണ പരിപാടികളുമായി വരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അത്തരത്തിൽ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. BJP-യുടെ ദേശീയ അധ്യക്ഷനടക്കം കേരളത്തിലേക്ക് എത്തും. അങ്ങനെ വലിയ ഒരു താരനിര അല്ലെങ്കിൽ ജനകീയരായ നേതാക്കളെ അവതരിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ തന്നെ പ്രചാരണ രംഗത്ത് ഇറക്കിക്കൊണ്ടും മത്സര ചിത്രം കൊഴുപ്പിക്കാൻ NDA ശ്രമിക്കുമ്പോൾ, മറുഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി അവരൊരു പ്രചരണം നയിക്കുന്നു. ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള നേതാക്കൾ, സംസ്ഥാനത്തിന് പുറത്തുള്ള നേതാക്കൾ, ദേശീയ നേതാക്കളായി കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. NDA ഒപ്പം തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിനകത്ത് നിന്നുള്ള നേതാക്കൾ തന്നെയാണ് അവരിൽ പലരുടെയും ദേശീയ നേതാക്കൾ എന്നതുകൊണ്ട് തന്നെ അവരും പ്രചാരണത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഓടിയെത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പ്രവർത്തനത്തിലേക്ക് മാറുന്നു. അങ്ങനെ നേതാക്കളെ, പ്രധാനപ്പെട്ട നേതാക്കളെ പൊതുസമ്മേളനങ്ങളിലും പരിപാടികളിലും എത്തിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാകുമ്പോൾ 3 മുന്നണികളും കളം പിടിക്കുന്നു. മത്സര ചിത്രം കൂടുതൽ തെളിയുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. KP